ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ഹെയർ ബൺ മെറ്റീരിയൽ വാങ്ങുന്നവർ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനൊരു ഉത്തരവാണ് ഈ വീഡിയോ. ഇതിപ്പോൾ 5 രൂപയുടെ ഹെയർ ബണ്ണാണ്. 5 രൂപയുടെ ഹെയർ ബണ്ണ് നമ്മളൊരു 2 ഇഞ്ച് അളവിലാണ് കട്ട് ചെയ്യുന്നത്. വീതി ഒരുപാട് കൂടണ്ട, ഒരു 2 ഇഞ്ച് അളവ് മതി. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് തിരിച്ചിട്ടിന് അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് രണ്ടറ്റവും അകത്തോട്ട് വരത്തക്ക രീതിയിൽ. ഇത് വെൽവെറ്റിൻ്റെയാണ്. വെൽവെറ്റിൻ്റെതും അതേപോലെ തന്നെ 2 ഇഞ്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ചില വെൽവെറ്റ് തിരിച്ചിടേണ്ടി വരത്തില്ല, അതായത് സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും മടക്കി വെച്ചിട്ടുണ്ടാവുക. ചിലത് തിരിച്ചിടേണ്ടി വരും. ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പം നേരെ അത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിപ്പം രണ്ടറ്റവും നമ്മുടെ അകത്തോട്ട് മടക്കി കൊടുക്കുക ചെയ്യുന്നത്. മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ചിലത് തിരിച്ചിടേണ്ടി വരും. തിരിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത വേറൊരു ഐറ്റം വന്നിട്ട് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇതിപ്പം നമുക്ക് 3 രൂപയ്ക്കും കൊടുക്കാം, 5 രൂപയ്ക്കും നമുക്ക് സെയിൽ ചെയ്യാം. 3 രൂപയ്ക്ക് സെയിൽ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളൊരു 1.5 ഇഞ്ചിൽ കട്ട് ചെയ്യുക. 5 രൂപയ്ക്കുള്ളതാണെങ്കിൽ നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഇത്തിരി കട്ടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. 3 രൂപയ്ക്കുള്ള ഷോപ്പിലേക്കാണെങ്കിൽ നമ്മൾ 3 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ പീസ് 5 രൂപയ്ക്കായിരിക്കും. എങ്കിലും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് 3 രൂപ കണക്കിനാണ് കട്ട് ചെയ്യുന്നത്. അടുത്തിപ്പോൾ 5 രൂപ കണക്കിൽ നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്യുന്ന പീസാണ്. അത് നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതും അതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടറ്റവും അകത്തോട്ട് മടങ്ങണം. ഇത് നമുക്ക് 3 രൂപയ്ക്കൊക്കെ കൊടുക്കാം. ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഷോപ്പിൽ നമ്മൾ പോയി വാങ്ങിച്ചാൽ 5 രൂപയായിരിക്കും, പക്ഷെ നമ്മുടെ ആരും 5 രൂപയ്ക്ക് എടുക്കാറില്ല. ഇത് 3 രൂപയ്ക്ക് കൊടുക്കാൻ കണക്കുള്ളൊരു പീസാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വരുമ്പോഴത്തേക്കും ഈ ഷേപ്പ് ആവുന്ന ഏകദേശം. ഇതിന് നമുക്കൊരു 5 രൂപയ്ക്ക് കൊടുക്കാം. ഇത് നമ്മൾ അളവ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് വൈറ്റ് കളർ മാർക്കുണ്ട്, ആ കളർ മാർക്ക് ചെയ്തതിന് അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് തിരിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് 3 രൂപയ്ക്കൊക്കെ പോകുന്നതാണ്. ഇതിൻ്റെ വലിയ അളവും കാണും 5 രൂപ കണക്കിന്. കാരണം ഇതിൽ നൂല് വരിഞ്ഞ് നിൽക്കും. അത് ഈ മോഡലെല്ലാം ഇങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക ചെയ്യണം. ഇത് നൈലോൺ ബാൻഡാണ്. നൈലോൺ ബാൻഡ് നമ്മൾ 2 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ 1/2 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചിൽ കട്ട് ചെയ്യും. 1 ഇഞ്ചിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. 1 ഇഞ്ചിൽ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തേക്കുന്നത് 3/4 ഇഞ്ചിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് കൈ കൊണ്ട് തിരിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നൈലോൺ ബാൻഡ്. അതുപോലെ അടുത്ത് നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. ഇത് നമ്മൾ 1 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ 2 രൂപയ്ക്ക് കൊടുക്കുന്ന ബണ്ണെല്ലാം 1 ഇഞ്ചിൽ കട്ട് ചെയ്യാൻ നോക്കുക. 5 രൂപയ്ക്കുള്ള ബണ്ണെല്ലാം 2 ഇഞ്ചിൽ കട്ട് ചെയ്യാൻ നോക്കുക. ഇത്